കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. സന്നിധരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് കടന്നു വന്ന ദൈവദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. 1900 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 90-ലാണ് ഈ PCI എന്നൊരു പ്രസ്ഥാനം ആദ്യമായി ഉടലെടുത്ത് അതിൻ്റെ പ്രാരംഭ ഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് എൻ്റെ പപ്പ അതിൻ്റെ പ്രസിഡൻ്റായി രൂപീകരിച്ചതായ ആ പ്രസ്ഥാനം പല എതിർപ്പുകൾ അന്നുണ്ടായിരുന്നു. ആരും അംഗീകരിക്കാത്ത ഒരു പ്രസ്ഥാനമായി മാറി PCI. സഭാ സംഘടനക്കാരൊന്നും അപ്രൂവ് ചെയ്യുന്ന ഒരു വേദിയല്ലായിരുന്നു. ജനങ്ങളുടെ മുമ്പിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ ഒരു സംഘടനയായി PCI മാറി. എന്നാൽ സമയങ്ങൾ കഴിയും തോറും അവരുടെ ഇൻപുട്ട്, അവരിൽ നിന്നുള്ളതായ സഹകരണവും അവർ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ വളരെ വിലമതിക്കത്തക്ക ഒരു സാഹചര്യമായി തീർന്നു. അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സഹോദരന്മാരെന്ന് പറയുന്നവർ വളരെ പ്രഗത്ഭരും കഴിവുള്ളവരും സാമ്പത്തികമായിട്ട് നിലനിൽക്കാൻ കഴിവുള്ള ദൈവമക്കളാണ് ആദ്യമായിട്ട് ഈ സംഘടന രൂപീകരിച്ചത് എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ പപ്പ ഇതിൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നതുകൊണ്ട് പല കാര്യങ്ങളും ടെലിഫോൺ ചെയ്യുമ്പോഴും അല്ലാതെയും ഒക്കെയും വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ ചില സഹോദരന്മാരോട് പറഞ്ഞതുപോലെ ഇത് രൂപീകരിക്കാനായിട്ട് റസൽ സാറ് താല്പര്യപ്പെട്ടപ്പോൾ പല സംഘടനകളും ഹൂസ്റ്റണിൽ നടന്ന് അത് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ വന്ന് അർപ്പതിച്ചു പോകുന്നതായ ഒരു സ്ഥിതി നമ്മൾ ദർശിക്കുന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഞാൻ ഇൻവോൾവ് ചെയ്യാതെ മാറി നിൽക്കുന്ന ഒരു ചിന്താഗതിക്കാരനാണ് ഞാൻ. എന്നാൽ ഇതിനെപ്പറ്റി കേട്ടപ്പോൾ ഇതൊരു നല്ലൊരു കാര്യമാണ്. മനുഷ്യരുടെ മുമ്പിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് PCI എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ കമ്മിറ്റിയിലേക്ക് ആദ്യമായിട്ട് ഇത് രൂപീകരിക്കാനായിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ വരാൻ തക്കണം കാരണമായി തീർന്നത്. അങ്ങനെ പ്രിയ റസൽ സാറ് എൻ്റെ താല്പര്യപ്രകാരം എൻ്റെ പപ്പ 1994 കടന്നു വന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി, ഇതുപോലെ PCIയുടെ ഒരു ചാപ്റ്റർ ഈ ഹ്യൂസ്റ്റൺ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതിൻ്റെ ചില എഴുത്തുകളൊക്കെ എൻ്റെ വീട്ടിൽ ഇരുന്ന് എൻ്റെ ഒപ്പം എഴുതിയതായിട്ട് എനിക്കറിയാം. ആ ലെറ്റർ ഞാൻ ഡ്രാഫ്റ്റ് ചെയ്തു. എന്നാൽ അത് മറ്റൊന്നും കൊടുക്കുവാൻ കഴിയാതെ ആ ലെറ്റർ അവിടെ നിലച്ചു. കാരണം അതിന് പാക്കിങ്ങിന് ആളില്ലാതെ ആയിപ്പോയി. എന്നാൽ ഇത്രത്തോളം വർഷങ്ങൾ കഴിഞ്ഞുകൂടി ദൈവത്തിൻ്റെ കൃപയാൽ അവർ പല കാര്യം കഴിഞ്ഞ പ്രാവശ്യം റസൽ സാർ ആ മീറ്റിങ്ങിൽ പല കാര്യങ്ങൾ പറഞ്ഞു കേട്ടപ്പോൾ വളരെ അതിശയം തോന്നി, വളരെ സന്തോഷം തോന്നി. അത്രത്തോളം കാര്യങ്ങൾ അവരും കൊണ്ട് ചെയ്യുവാൻ കഴിയുമല്ലോ എന്നുള്ളതായ ഒരു സന്തോഷം. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചു, സാറേ ഈ കമ്മിറ്റി ഇവിടെ രൂപീകരിച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനമുള്ളത്? അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങളുടെ പണമൊന്നും ഞങ്ങൾക്ക് വേണ്ട. പല കമ്മിറ്റികളും നമ്മൾ ഫോം ചെയ്യുന്നത് സാമ്പത്തികമായ സഹായത്തിന് വേണ്ടിയാണ്. നമ്മൾ ഹൂസ്റ്റണിൽ പല കമ്മിറ്റികളും ഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ജോമോൻ പാസ്റ്റർ പറഞ്ഞതുപോലെ ഒരു സാമ്പത്തികമായ സഹായവും അവരാവശ്യപ്പെടുന്നില്ല. എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഏതെങ്കിലും പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു റെപ്രസെൻറ്റേഷൻ, നമ്മൾ കളക്റ്റീവായിട്ട് ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി അവരെ അറിയിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ബാക്ക് ബോൺ ആയിരിക്കും. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മളെപ്പറ്റി അവർ ഉദ്ദേശിക്കുന്നത്. ഇത് നല്ലൊരു പ്രസ്ഥാനമായിട്ട് എൻ്റെ മനസ്സിൽ വളരെ താല്പര്യമായി നിന്നതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ട്രഷാസ്ഥാനം വഹിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇത് ഒരു സംഘടനയോ ഒരു സഭാ വിഭാഗത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ളൊരു പോക്കുമല്ല. എല്ലാ ദൈവമക്കൾക്കും ഇതിനകത്ത് സഹകരിച്ച് മുമ്പോട്ട് പോകാനുള്ളതായ ഒരു വേദിയാണ്. പല അഭിപ്രായങ്ങളും പല നല്ല സജഷൻസും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എന്നാൽ വരും കാര്യങ്ങൾ നമുക്ക് ഇത് നിലച്ചു പോകാതെ 1-2 കമ്മിറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഇല്ലാതായി പോകുന്ന ഒരു പരിപാടിയിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ വേദനാജനകമായിരിക്കും. ആ ഒരു സാഹചര്യം വരാതെ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യുന്നെങ്കിൽ അത് ദൈവനാമത്തിന് വേണ്ടി ആയിരിക്കണം. സ്വന്തം താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ സഭാ താല്പര്യങ്ങളോ ആയിരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ലക്ഷ്യം. എന്നാൽ ഇത്രത്തോളം ഇതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാൻ ദൈവദാസന്മാരെ കർത്താവ് സഹായിച്ചു. തുറന്നും ഉള്ള ദിവസങ്ങളിൽ ഇത്
വിപുലമായ രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളും ഇരുന്നോളും.